ഹലോ ഹലോ മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് യൂണിറ്റ് 2 എ പീസ് ഓഫ് കേക്ക്, ഒരു കേക്കിൻ്റെ കഷ്ണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് നൽകാൻ മറക്കല്ലേ. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? എ പീസ് ഓഫ് കേക്ക്, ഒരു കഷ്ണം കേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ആനകൾ ശ്രമിക്കുന്നു അല്ലേ? എന്താണ്? സം എലിഫൻസ് ആർ ട്രൈയിങ് ടു ടേക്ക് എ കേക്ക് അല്ലേ? അപ്പം നമുക്ക് എന്താണെന്ന് നോക്കാം, സ്റ്റോറി എന്താണെന്ന് നോക്കാം. ലിസൺ ടു യുവർ ടീച്ചർ. ദ മദർ എലിഫൻറ്റ് ലുക്ക്ഡ് സാഡ്. മദർ എലിഫൻറ്റിന് വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. മദർ എലിഫൻറ്റ് എന്തിനോ വളരെയധികം സങ്കടപ്പെട്ട് ഇരിക്കുകയാണ്. വൈ ഈസ് ദ മദർ എലിഫൻറ്റ് സാഡ്? എന്തിനായിരിക്കും ഈ മദർ എലിഫൻറ്റ് ഇത്രയും വിഷമിച്ചിരിക്കുന്നത്? നോക്കാം. ഐ ആം വെരി ഫാറ്റ്. അമ്മ എന്താണ് പറയുന്നത്? മദർ എലിഫൻറ്റ്, ഐ ആം വെരി ഫാറ്റ്. ഞാൻ വളരെ തടിച്ചിയാണ്, ഞാൻ വളരെ തടിയാണ്. ഓ യു ആർ നോട്ട് ടു ഫാറ്റ്. അപ്പം എന്താണ് കുട്ടികൾ പറയുന്നത്? ഓ നിങ്ങൾ അത്ര തടിയൊന്നുമില്ല, അമ്മ അത്ര തടിയൊന്നുമില്ല. യു ആർ നോട്ട് ടു ഫാറ്റ്. ലുക്ക് മമ്മി ഹാസ് എ ഫാറ്റ് ബെല്ലി. അപ്പം ഈ ചെറിയ കുട്ടി എന്താ പറയണേ? നോക്കൂ, അമ്മയ്ക്ക് നല്ല തടിച്ചൊരു വയറുണ്ട് അല്ലേ? ബെല്ലി ഫാറ്റാണത്. അപ്പം മറ്റേ കുട്ടി പറയാണ്, മോം യു ആർ സ്ട്രോങ്. മോം നീ വളരെ ശക്തയാണ്. യു ആർ ക്യൂട്ട് ടു. അമ്മ നല്ല ചന്തമുണ്ട് അമ്മയെ കാണാൻ. യു ആർ ക്യൂട്ട് ടു. ശക്തി മാത്രമല്ല, നല്ല ചന്തവുമുണ്ട്. ദ മദർ എലിഫൻറ്റ് പ്രിപ്പയർഡ് ബ്രേക്ക്ഫാസ്റ്റ്. മദർ എലിഫൻറ്റ് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. കം ഇറ്റ് ഈസ് ടൈം ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാവരും വരൂ, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമാണ്. ഷി കോൾഡ് ഔട്ട്. വാട്ട് ഡിഡ് ദേ ഹാവ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? എന്തായിരിക്കും ഈ ആനക്കുട്ടികൾക്കും അച്ഛനും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അമ്മ ഒരുക്കിയിട്ടുള്ളത്? ലെറ്റ്സ് റീഡ്. നമുക്ക് വായിച്ച് നോക്കാം. ആൾ സാറ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഇരുന്നു. വാട്ട് ഈസ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ മോം? ഇന്ന് എന്താണ് ബ്രേക്ക്ഫാസ്റ്റിനമ്മ? ആസ്ക്ഡ് ലൂക്ക്. ലൂക്ക് ചോദിക്കുകയാണ്. വി ഹാവ് കോക്കനട്ട് ആൻഡ് ഷുഗർ കെയിൻ. നമുക്കിന്ന് എന്താണ്? കോക്കനട്ടും ഷുഗർ കെയിനും ആണ്, തേങ്ങയും കരിമ്പും. നോ മോർ കേക്ക്സ് ആൻഡ് ബിസ്ക്കറ്റ്സ് ഫ്രം ടുഡേ ഓൺവേർഡ്സ്. എന്താ അമ്മ പറയുന്നത്? നമുക്ക് കോക്കനട്ടും ഷുഗർ കെയിനും ആണ്, കരിമ്പും തേങ്ങയൊക്കെ ആണ്. ഇനി മുതൽ നോ മോർ കേക്ക്സ് ആൻഡ് ബിസ്ക്കറ്റ്സ് ഫ്രം ടുഡേ ഓൺവേർഡ്സ്. ഇന്നു മുതൽ ഇവിടെ കേക്കുമില്ല, ബിസ്ക്കറ്റുമില്ല. സെറ്റ് ദ മദർ എലിഫൻറ്റ്. ബട്ട് വൈ? എന്താണ് അതിന് കാരണം? ബട്ട് വൈ? ദ ബേബി എലിഫൻറ്റ് ആസ്ക്ഡ് സാഡ്ലി. എന്തുകൊണ്ടാണ് അമ്മ ബിസ്ക്കറ്റും കേക്കൊന്നും ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് അമ്മേ ബിസ്ക്കറ്റും കേക്കൊന്നും ഇല്ലാത്തത്? വി ആർ ഓൾ ഫാറ്റ്. വി ആർ ഓൾ ഫാറ്റ്. നമ്മളെല്ലാവരും ഭയങ്കര തടിയാണ്. വി ഹാവ് ടു ഈറ്റ് ലെസ്. നമ്മളിനി കുറച്ച് കഴിക്കാൻ പാടുള്ളൂ. ആൻഡ് വർക്ക് മോർ. കുറേ ജോലി ചെയ്യണം. കുറച്ച് കഴിച്ച് കുറേ ജോലി ചെയ്യണം. ദ മദർ റിപ്ലൈഡ്. വിൽ ദേ അഗ്രി വിത്ത് മോം? അവർ മോമിനോട് അഗ്രി ചെയ്തോ? അവർ സമ്മതിച്ചോ അമ്മ പറഞ്ഞത്? ദ എലിഫൻറ്റ് കിഡ്സ് വെൻ ടു സ്കൂൾ. അങ്ങനെ എലിഫൻറ്റ് കിഡ്സൊക്കെ സ്കൂളിലേക്ക് പോയി. ഇൻ ദ ഈവനിങ് ദേ കെയിം ബാക്ക് ഹോം. വൈകുന്നേരം അവരെല്ലാവരും വീട്ടിൽ തിരിച്ചെത്തി. വാട്ട് ഡു യു യൂഷ്വലി ഡു ആഫ്റ്റർ സ്കൂൾ? എന്താണ് നിങ്ങളൊക്കെ സ്കൂൾ വിട്ടു വന്നാൽ എന്നും ചെയ്യാറ് അല്ലേ? നമ്മൾ ആദ്യം തന്നെ സ്നാക്സ് കഴിക്കുകയല്ല ചെയ്യുക. അതിന് മുമ്പായിട്ട് നമ്മൾ
കയ്യും മുഖമൊക്കെ കഴുകും അല്ലേ? അതൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഇവിടെ എന്താ നോക്കാം. ലെറ്റസ് റീഡ്. മോം, ക്യാൻ വി വാച്ച് ടെലിവിഷൻ? നിങ്ങൾ അങ്ങനെയാണോ? വന്ന ഉടനെ ടെലിവിഷൻ ഓൺ ആക്കുമോ? ടി വി ഓൺ ആക്കുമോ? കുട്ടികൾ ചോദിക്കുകയാണ്, മോം ക്യാൻ വി വാച്ച് ടെലിവിഷൻ? അവർ അമ്മയോട് ചോദിച്ചിട്ടല്ല ചെയ്യുന്നത്. നോക്കൂ, ഞങ്ങൾ ടി വി വെക്കട്ടെ? ആസ്ക് ബ്രൗൺ. ആരാ ചോദിക്കുന്നത്? ബ്രൗൺ, ദ എൽഡസ്റ്റ്. അതാ വലിയ കുട്ടിയാണ് ബ്രൗൺ. ബ്രൗൺ ചോദിക്കുകയാണ്, മോം ക്യാൻ വി വാച്ച് ടെലിവിഷൻ? അമ്മേ, ഞങ്ങൾ ടി വി വെക്കട്ടെ? ടി വി കാണട്ടെ? നോ ടൈം ഡിയേഴ്സ്. ഇതല്ല സമയം. എന്താണ് ഇപ്പം? അതല്ല സമയം. പുട്ട് യുവർ ബാഗ്സ് ഡൗൺ ആൻഡ് ഫോളോ മീ. നിങ്ങളുടെ ബാഗൊക്കെ താഴെ വെച്ചിട്ട് എൻ്റെ കൂടെ വരൂ. വി ആർ ഗോയിങ് ഫോർ എ റൺ. നമ്മൾ എന്താണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്? വി ആർ ഗോയിങ് ഫോർ എ റൺ. നമ്മൾ ഓടാൻ പോവുകയാണ്. ലുക്ക്, വി ആർ ഗെറ്റിംഗ് പ്രിറ്റി ഹെവി. നോക്ക്, അവർ വെയിറ്റ് നോക്കുകയാണ്. നമ്മളെല്ലാവരും വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, കനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. സാഡ് ദ മദർ എലിഫൻറ്റ്. ദേ വെൻറ്റ് ഫോർ എ ജോഗ്. ജോഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ ഓടുകയല്ല, കുറച്ച് സാവധാനത്തിൽ ഇങ്ങനെ ഓടുന്നതാണ് ജോഗ്, ജോഗിങ്. വേർ ഡു പീപ്പിൾ ഗോ ഫോർ ജോഗിങ്? എവിടെയാണ് ആളുകളൊക്കെ ജോഗിങ്ങിന് വേണ്ടി പോകുന്നത്? എവിടെയാണ്? റോഡ്, ഗ്രൗണ്ട്, പാർക്ക്, ബീച്ച്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജോഗിങ്ങിന് വേണ്ടി പോകാറുണ്ട്. ദ ഫാമിലി കെയിം ബാക്ക് ആഫ്റ്റർ എ റൺ. അങ്ങനെ ഫാമിലി എല്ലാവരും തിരിച്ചെത്തി, ഓട്ടം കഴിഞ്ഞ് തിരിച്ചെത്തി. ദ കിഡ്സ് വേർ ടയേർഡ്. കുട്ടികളൊക്കെ നന്നായിട്ട് ക്ഷീണിച്ചു. ദ കിഡ്സ് ആർ ടയേർഡ്. വാട്ട് വിൽ ദ മദർ ഗീവ് ടു ദം? കുട്ടികളൊക്കെ ക്ഷീണിച്ചല്ലോ, എന്താണ് അമ്മ അവർക്ക് കൊടുക്കുന്നത്? എന്ത് കൊടുക്കും? ലെറ്റ്സ് റീഡ്. ഈസ് ടീ റെഡി മോം? എന്താണ് അമ്മയോട് ചോദിക്കുന്നത്? ചായ റെഡിയായോ അമ്മേ? ചായ റെഡിയായോ? ആസ്ക് ഡെല്ല. ഡെല്ലാണ് അപ്പം ചോദിക്കുന്ന ചായ. നോ ടീ ടുഡേ. മോം നല്ല സീരിയസ് ആയിട്ടാണ് ഇവിടെ തടി കുറയ്ക്കാൻ നോക്കുന്നത്. ടീ ഇല്ല ഇന്ന്. നോ ടീ ടുഡേ. ലെറ്റ്സ് ഡ്രിങ്ക് ബിറ്റർ ഗോഡ് ജ്യൂസ്. എന്താണ് അവർക്ക് കൊടുക്കാൻ പോകുന്നത്? ബിറ്റർ ഗോഡ് ജ്യൂസ്. ബിറ്റർ ഗോഡ് എന്താണ്? ബിറ്റർ ഗോഡ് കയ്പയ്ക്ക ജ്യൂസാണ് കൊടുക്കാൻ പോകുന്നത്. പാവയ്ക്കയുടെ ജ്യൂസ്. ലെറ്റ്സ് ഡ്രിങ്ക് ബിറ്റർ ഗോഡ് ജ്യൂസ് സെഡ് ദ മോം. ഓ മൈ ഗോഡ്. അത് കേട്ടപ്പോൾ ഡെല്ല വിളിക്കുകയാണ്, ഓ മൈ ഗോഡ്, എൻ്റെ ദൈവമേ. ഡെല്ല പുട്ട് ഹെർ ഹാൻഡ്സ് ഓൺ ഹെർ ഹെഡ്. അവളുടെ തലയ്ക്ക് കൈ കൊടുത്തിട്ട് അവൾ വിളിക്കുന്നത്, ഓ മൈ ഗോഡ്. വാട്ട്സ് റോങ് വിത്ത് മോം? എന്താണ് അവൾ പറയുന്നത്? വാട്ട്സ് റോങ് വിത്ത് മോം? അമ്മയ്ക്കിത് എന്താ പറ്റിയത്? ആസ്ക് ദ ബേബി എലിഫൻറ്റ്. വിൽ ദ കിഡ്സ് ലൈക്ക് ബിറ്റർ ഗോഡ് ജ്യൂസ്? കുട്ടികൾക്ക് ബിറ്റർ ഗോഡ് ജ്യൂസ് ഇഷ്ടാവോ? ഇഷ്ടാവില്ല അല്ലേ? നോ. വൈ? അതെന്താ ഇഷ്ടമില്ലാത്തത്? നിങ്ങൾക്കറിയാം അല്ലേ? ബിറ്റർ ഗോഡ് ജ്യൂസിന് തീരെ ടേസ്റ്റ് ഇല്ല. ഇറ്റ് ഈസ് നോട്ട് ടേസ്റ്റി. ദ കിഡ്സ് വെൻറ്റ് ടു ദെയർ സ്റ്റഡി റൂം. അങ്ങനെ അവർ സ്റ്റഡി റൂമിലേക്ക് പോയി. ദേ ആൾ വേർ ഹംഗ്രി. ബിറ്റർ ഗോഡ് ജ്യൂസ് ആരും കുടിച്ചിട്ടില്ല അല്ലേ? അപ്പോൾ അവർക്കൊക്കെ നല്ല വിശപ്പ്. വേർ ഹാസ് ദ ഫാദർ എലിഫൻറ്റ് ഗോൺ? എവിടെയാണ് അച്ഛൻ എലിഫൻറ്റ് പോയിരിക്കുന്നത്? നമുക്ക് നോക്കാം. ലെറ്റ്സ് റീഡ്. ലേറ്റ് ഇൻ ദ ഈവനിങ് ഫാദർ എലിഫൻറ്റ് കെയിം ഹോം ആഫ്റ്റർ വർക്ക്. വർക്കിന് പോയതാണ്, ജോലിക്ക് പോയതാണ് ഫാദർ എലിഫൻറ്റ്. ഫാദർ എലിഫൻറ്റ് വർക്കിന് ശേഷം വൈകുന്നേരത്താണ് വന്നിരിക്കുന്നത്. ലേറ്റ് ഇൻ ദ ഈവനിങ്. ഈവനിങ്ങിൽ നല്ല ലേറ്റായിട്ട്, അതായത് രാത്രി ആവാറായപ്പോഴാണ് ഫാദർ എലിഫൻറ്റ് കെയിം ഹോം ആഫ്റ്റർ വർക്ക്. ഹി സ്വിച്ച്ഡ് ഓൺ ദ ടെലിവിഷൻ ആൻഡ് ലേ ഓൺ ദ സോഫ. വന്ന ഉടനെ അച്ഛൻ എന്താ ചെയ്യുന്നത്? ടെലിവിഷൻ്റെ സ്വിച്ച് ഓൺ ചെയ്തു. ആൻഡ് ലേ,
ഓൺ ദ സോഫ, സോഫയിലേക്ക് കടന്നു. നോ ഡിയർ, അപ്പോഴേക്കും അമ്മ ഒന്ന് പറയാണ്, നോ ഡിയർ, പ്ലീസ് സ്വിച്ച് ഓഫ് ദ ടി വി, പ്ലീസ് സ്വിച്ച് ഓഫ് ദ ടി വി, സ്വിച്ച് ഓഫ് ചെയ്യൂ, ടി വി ഓഫ് ചെയ്യൂ. ലെറ്റ്സ് ഗോ ടു ദ പാർക്ക്. എന്താണ് പിന്നെ പറയുന്ന അച്ഛനോട്? നമുക്ക് പാർക്കിലേക്ക് പോകാം. ആൻഡ് ഡു സം എക്സസൈസ്, അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് എക്സസൈസ് ചെയ്യാം. സെഡ് ദ മദർ എലിഫൻറ്റ്. അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് കുട്ടികൾ ചോദിച്ചില്ലേ? അത് ശരിയാന്ന് തോന്നണല്ലേ? വാട്ട്സ് റോങ് വിത്ത് മോം? എന്താണ് ഈ അമ്മയ്ക്ക് പറ്റിയത്? അമ്മ ഇപ്പം എന്താ പറയണ അച്ഛനോട്? ലെറ്റ്സ് ഗോ ടു ദ പാർക്ക് ആൻഡ് ഡു സം എക്സസൈസ്, said the mother elephant. Why? asked the father elephant. എന്തിന് എന്നൊക്കെ ചോദിക്കുകയാണ് അച്ഛൻ. For becoming thinner. എന്താണ് അമ്മയുടെ ആവശ്യം? മെലിയണം. For becoming thinner, മെലിയാൻ വേണ്ടിയിട്ട്. തിൻ എന്ന് പറഞ്ഞാൽ തിൻ, തടിയില്ലാത്തത്, കനമില്ലാത്തത്, അങ്ങനെ ആവണം. She replied. What will they do in the park? പാർക്കിൽ അവരെന്താവും ചെയ്യുക? ലെറ്റ്സ് റീഡ്. എവറി ഡേ ദ ഫാമിലി ഡിഡ് മെനി എക്സസൈസസ്. ദിവസവും പാർക്കിൽ പോയിട്ട് അവർ എക്സസൈസ്, പല എക്സസൈസുകളും ചെയ്യാണ്. സ്ട്രെച്ചിങ്, സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ നിവരുക, നല്ലോണം നിവരുക. വളയുക, ബെൻഡിങ്, വളയുക. ജോഗിങ്, ഓടുക. സിറ്റപ്സ്, ഇരിക്കുക എണിക്കുക, ഇരിക്കുക എണിക്കുക. സൈക്ലിങ്, സൈക്കിൾ ചവിട്ടുക. ഇതൊക്കെ അവരവിടെ പോയി ചെയ്യാണ്. എവറി ഡേ ദ ഫാമിലി ഡിഡ് മെനി എക്സസൈസസ്. എന്നും ഫാമിലിയിലുള്ളവരൊക്കെ ഒരുപാട് എക്സസൈസുകൾ ചെയ്തു. വാട്ട് വിൽ ദേ ഡു ഇൻ ദ പാർക്ക് നമ്മൾ ചോദിച്ചില്ലേ? അവരെന്തായിരിക്കും പാർക്കിൽ ചെയ്യാന്ന്? അപ്പം എന്തൊക്കെ ചെയ്ത്? സ്ട്രെച്ചിങ്, ബെൻഡിങ്, ജോഗിങ്, സിറ്റപ്സ്, സൈക്ലിംഗ്, എക്സെട്ര എക്സെട്ര അല്ലേ? എവരി വൺ ഗോട്ട് ടയേർഡ്. എല്ലാവരും നന്നായിട്ട് ക്ഷീണിച്ചു. ബട്ട് ദർ വാസ് നോ തിന്നിങ്. ആരും മെലിയുന്നില്ല, ആരും മെലിയുന്നില്ല. ദിസ് വിൽ നോട്ട് വർക്ക്, വി കനോട്ട് ബി തിന്നർ. എന്താണ്? ഇതൊന്നും ശരിയാവില്ല എന്ന് പറയില്ലേ? ഇത് വർക്കാവില്ല. വി കനോട്ട് ബി തിന്നർ, നമുക്ക് മെലിയാൻ സാധിക്കില്ല. എലിഫൻസ് ആർ ആൾവേസ് ഫാറ്റ്. ആനകൾ എപ്പോഴും തടിയുള്ളവയാണ്. സെഡ് ലൂക്ക്. ലൂക്ക് പറയാണ്, ഇതൊന്നും വർക്കാവില്ല. ദിസ് ഈസ് നോട്ട് വർക്ക്. വി കനോട്ട് ബി തിന്നർ, നമുക്ക് മെലിയാനും പറ്റില്ല. എലിഫൻസ് ആർ ആൾവേസ് ഫാറ്റ്. ആനകളൊക്കെ എപ്പോഴും നല്ല തടിയുള്ളവരാണ്. നോ നോ, വി മസ്റ്റ് ട്രൈ ഹാർഡർ. അമ്മ സമ്മതിക്കുന്നില്ല. നോക്കൂ, അമ്മ പറയാണ്, നോ നോ, വി മസ്റ്റ് ട്രൈ ഹാർഡർ. നമ്മൾ ഇനിയും നന്നായിട്ട് ട്രൈ ചെയ്യണം. said the mother elephant. She wiped her sweat with a towel. അവൾ വിയർപ്പൊക്കെ ടവൽ കൊണ്ട് തുടച്ചിട്ടാണ് അങ്ങനെ പറയുകയാണ് കുട്ടികളോടൊക്കെ. നമ്മൾ ഇനിയും ഹാർഡ് വർക്ക് ചെയ്യണം. ഓക്കെ. ഡു യു ലൈക്ക് തിൻ എലിഫൻസ്? നിങ്ങൾക്ക് ഈ മെലിഞ്ഞ എലിഫൻസിനെ ഇഷ്ടമാണോ? ആണോ? നോ, വി ലൈക്ക് ഫാറ്റ് എലിഫൻസ് അല്ലേ? നോട്ട് തിൻ എലിഫൻസ്. കോക്കനട്ട്സ്, ബിറ്റർ ഗോഡ്സ്, സാലഡ്സ് എവറി ഡേ. ദിവസവും ഇത് തന്നെ ഇവർക്ക്. കോക്കനട്ട്സ്, ബിറ്റർ ഗോഡ്സ്, സാലഡ്സ് എവറി ഡേ. The elephant kids got fed up with the food. കുട്ടികൾക്കൊക്കെ ഈ ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് മടുത്തു. We want tasty food. ഞങ്ങൾക്ക് നല്ല ടേസ്റ്റുള്ള ഫുഡ് വേണം. We want tasty food. They said together. എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് പറയാണ്, We want tasty food. Okay. Then the doorbell rang. ആ സമയത്താണ് ഡോർ ബെൽ അടിക്കുന്നു. ആരോ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. ഹൂ ഈസ് അറ്റ് ദ ഡോർ? ആരാണ് അടിക്കുന്നത്? ആരാണ് വാതിൽക്കൽ എത്തിയിരിക്കുന്നത്? ലെറ്റ്സ് റീഡ്. ദ ഡോർ ബെൽ റാങ്.
The mother elephant opened the door. അമ്മ പോയിട്ട് ഡോർ തുറന്നു. ഓപ്പൺ ദ ഡോർ. ഹിയർ ഇസ് എ പാഴ്സൽ ഫോർ യു. ദ എലിഫന്റ് അറ്റ് ദ ഡോർ സ്റ്റെപ്പ് സെഡ്. ഡോറിലൊരു എലിഫന്റ് നിന്നിട്ട് പറയാണ്, ഹിയർ ഇസ് എ പാഴ്സൽ ഫോർ യു. ഇവിടെ നിങ്ങൾക്കൊരു പാഴ്സൽ ഉണ്ട് കേട്ടോ. ഇറ്റ് വാസ് എ പാഴ്സൽ ഫ്രം ഗ്രാൻഡ്മ. ഈ പാഴ്സൽ ആരാ അയച്ചതായിരുന്നു? ഗ്രാൻഡ്മ അയച്ചതായിരുന്നു. ഇറ്റ് വാസ് എ പാഴ്സൽ ഫ്രം ഗ്രാൻഡ്മ. വാട്ട് ഈസ് ഇൻസൈഡ്? എന്താണ് ഉള്ളിൽ? എവറി വൺ സ്റ്റേഡ് അറ്റ് ദ ബോക്സ്. എല്ലാവരും ആ ബോക്സിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്താണ് ബോക്സിൻ്റെ ഉള്ളിൽ? വാട്ട് ഈസ് ഇൻസൈഡ്? ദ ഫാദർ ഓപ്പൺ ദ പാഴ്സൽ. ഫാദർ പാഴ്സൽ തുറന്നു. വാട്ട് ഈസ് ഇൻസൈഡ് ദ പാക്കറ്റ്? എന്താണ് ആ പാക്കറ്റിൻ്റെ ഉള്ളിൽ? വൗ, എ കേക്ക്. ദ ചിൽഡ്രൻ ഡാൻസ്ഡ് വിത്ത് ജോയ്. ഓ, അതങ്ങോട്ട് തുറന്നത് എല്ലാവരും ഹാപ്പിയായി അല്ലേ? എന്താ പറയുക? വൗ, എ കേക്ക്. ദ ചിൽഡ്രൻ ഡാൻസ്ഡ് വിത്ത് ജോയ്. വാട്ട് എ സ്വീറ്റ് സ്മെൽ. ഓ, എന്തു നല്ല മണമാണ്, എന്തൊരു മധുരമുള്ള മണം. ലുക്ക് ടച്ച്ഡ് ദ കേക്ക് വിത്ത് ഹിസ് ട്രങ്ക്. അവന് ആ കേക്ക് അവൻ്റെ തുമ്പിക്കൈ വെച്ചൊന്ന് തൊട്ട് നോക്കി. ലുക്ക് അറ്റ് ഇറ്റ്സ് കളർ, ഡെല്ല സെഡ്. ഓ, എന്ത് കളർ നോക്ക്. ദർ ആർ ഫ്ലവേഴ്സ് ഓൺ. അതിൽ പൂക്കളുണ്ട്. ബ്രൗൺ ആഡഡ്, ദർ ആർ ഫ്ലവേഴ്സ് ഓൺ ഇറ്റ്. മോം, പ്ലീസ് കട്ട് ഇറ്റ്, ഐ വാണ്ട് കേക്ക് നൗ. അമ്മേ, കേക്ക് മുറിക്കൂ, എനിക്കത് വേണം. ദ ബേബി എലിഫൻറ്റ് ക്രൈഡ്. അമ്മ, ഈ ചെറിയ കുട്ടി അമ്മയോട് പറയാണ്, മോം പ്ലീസ് കട്ട് ഇറ്റ്, ഐ വോണ്ട് കേക്ക് നൗ. എനിക്കിപ്പോൾ തന്നെ കേക്ക് കഴിക്കണം. ദ മദർ കെയിം നിയർ. അമ്മ അടുത്തു വന്നു. ഷീ സ്മെൽഡ് ദ കേക്ക്. അവളും കേക്ക് മണത്ത് നോക്കി. വാട്ട് വിൽ ദ മദർ ഡു? ഇനി മദർ എന്താണ് ചെയ്യുക നോക്കാം. ലെറ്റ്സ് റീഡ്. ഇങ്ങനെ മണക്കുകയാണ്. ഇറ്റ്സ് യമ്മി. എന്താ പറയുന്നത്? ഓ, ഇത് നല്ല വളരെ സ്വാദിഷ്ടമാണ്. ഇറ്റ്സ് യമ്മി ബട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉള്ളതാണ്, സ്വാദിഷ്ടമാണ്. പക്ഷേ എവരിബഡി ലുക്ക്ഡ് അറ്റ് ദ മദർ. അത് കേട്ടപ്പോൾ എല്ലാവരും അമ്മയെ നോക്കുകയാണ്. വി വിൽ നോട്ട് ഈറ്റ് ഇറ്റ്, വി വിൽ നോട്ട് ഈറ്റ് ഇറ്റ്. നമ്മളിത് കഴിക്കുന്നില്ല. ലെറ്റ്സ് കീപ്പ് ഇറ്റ് ഫോർ ഗസ്റ്റ്. ഗസ്റ്റുകൾ വരുമ്പോൾ കൊടുക്കാനായിട്ട് നമ്മളിത് സൂക്ഷിച്ചു വെക്കുന്നു. ലെറ്റ്സ് കീപ്പ് ഇറ്റ് ഫോർ ഗസ്റ്റ്, ദ മദർ സെഡ്. ഷീ പുട്ട് ദ കേക്ക് ഇൻ ദ ഫ്രിഡ്ജ്. അവൾ ആ കേക്ക് കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. അച്ഛനും ഒന്നും പറയുന്നില്ല, മക്കളും ഒന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയിലാണ് അല്ലേ? വാട്ട് വിൽ ദ എലിഫൻറ്റ് കിഡ്സ് ഡു നൗ? വാട്ട് വിൽ ദ എലിഫൻറ്റ് കിഡ്സ് ഡു നൗ? എന്താണ് ഇനി ആനക്കുട്ടികൾ ചെയ്യുന്നത്? എന്താണ് ഇനി ആനക്കുട്ടികൾ ചെയ്യുക? പിക്ചർ നോക്കൂ, ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടല്ലേ? ഓക്കെ. ആൾ വേർ തിങ്കിങ് അബൌട്ട് ദ സ്വീറ്റ് കേക്ക്. എല്ലാവരും ആ മധുരമുള്ള ആ സ്വാദിഷ്ടമായ കേക്കിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ദേ ടോക്ക്ഡ് അബൌട്ട് ദ കേക്ക് ദ ഹോൾ ഡേ. ആ കേക്ക് ഒരു ദിവസവും അതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. വാട്ട് വിൽ ദ ടോക്ക് അബൌട്ട് ദ കേക്ക്? എന്താണ് അവർ ഈ കേക്കിനെ കുറിച്ച് സംസാരിച്ചത്? വാട്ട് വിൽ ദ ടോക്ക് അബൌട്ട് ദ കേക്ക്? എന്തായിരിക്കും ഈ കേക്കിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാവുക? ലെറ്റ്സ് റീഡ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആഫ്റ്റർ സപ്പർ ആൾ വെന്റ് ടു ബെഡ്. രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ച്, സപ്പർ കഴിച്ച് എല്ലാവരും ബെഡിലെത്തിയിട്ടുണ്ട്. നോക്കൂ, കിടക്കാൻ പോയി. വെൻ വിൽ എ ഗസ്റ്റ് വിസിറ്റ് അസ്?
എപ്പോഴാണ് നമ്മളെ കാണാൻ ഒരു ഗസ്റ്റ് വരിക? എപ്പോഴാണ് നമുക്കൊരു ഗസ്റ്റ് വരിക? When will a guest visit us? The baby elephant asked. Why do you want a guest? എന്തിനാ നീ ഇപ്പൊ ഒരു ഗസ്റ്റിനെ ആവശ്യപ്പെടുന്നത്? നിനക്ക് എന്തിനാ ഇപ്പൊ വിരുന്നുകാരൻ വരേണ്ട ആവശ്യം? Brown asked. Mom will cut the cake then. അപ്പോഴല്ലേ മോം ആ കേക്ക് കട്ട് ചെയ്യുള്ളൂ അല്ലേ? മോം വിൽ കട്ട് ദ കേക്ക് ദെൻ. അപ്പോൾ അമ്മ കേക്ക് കട്ട് ചെയ്യും. സെഡ് ദ ബേബി എലിഫന്റ്. ഇറ്റ് ഈസ് എ സ്പോഞ്ച് കേക്ക്, ലുക്ക് സെഡ്. അത് ഇങ്ങനെ സ്പോഞ്ച് കേക്കാണ്. ദ ഫ്ലവർ ഓൺ ഇറ്റ് ആർ മെയ്ഡ് ഓഫ് ഷുഗർ. അതിൻ്റെ മേലുള്ള ആ പൂക്കളൊക്കെ ഷുഗർ കൊണ്ടുണ്ടാക്കിയതാണ്. ഡെല്ല ലിക്ഡ് ഹെർ ലിപ്സ്. അവള് വായിൽ വെള്ളം വന്നിട്ട് ചുണ്ടൊക്കെ അങ്ങനെ നക്കുകയാണ്. എവറി വൺ തോട്ട് അബൌട്ട് ദ കേക്ക്. അപ്പം അവർ സംസാരിച്ച് എന്തൊക്കെയാന്ന് മനസ്സിലായില്ലേ? എവറി വൺ തോട്ട് അബൌട്ട് ദ കേക്ക്. ദേ കുഡിൻറ്റ് സ്ലീപ്പ്. എല്ലാവരും കേക്കിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ഇരിക്കുന്നത്. അവർക്ക് ഉറങ്ങാനേ കഴിയുന്നില്ല. വിൽ ദ മദർ ഗീവ് ദം ദ കേക്ക്. അമ്മ അവർക്ക് കേക്ക് കൊടുക്കുമോ? അമ്മ എന്താണ് അപ്പം ചെയ്യുന്നത് നോക്കാം. ദ മദർ എലിഫന്റ് ടു വാസ് ഈഗർ ടു ടേസ്റ്റ് ദ കേക്ക്. അമ്മയ്ക്കും ആ കേക്ക് ഇങ്ങനെ കഴിച്ച് നോക്കണം എന്ന് ആഗ്രഹമുണ്ട് അല്ലേ? അറ്റ് മിഡ് നൈറ്റ്. രാത്രി കുറേ ആയി. ഷി ഗോട്ട് അപ്പ്. പാതിരാത്രി ആയപ്പോൾ അവൾ എണീറ്റു. ഈ അമ്മ എണീറ്റു കേട്ടോ. ആൾ ആർ സ്ലീപ്പിംഗ് ഷി തോട്ട്. എല്ലാവരും ഉറങ്ങായിരിക്കും. അവൾ വിചാരിക്കുകയാണ് എല്ലാവരും ഉറങ്ങാണ്. ഷി വാക്ക്ഡ് വെരി ക്വയറ്റ്ലി ടു ദ കിച്ചൺ. അവൾ വളരെ പതുക്കെ കിച്ചണിലേക്ക് നടന്നു. സ്ലോലി ഷി ഓപ്പൺ ദ ഫ്രിഡ്ജ്. പതുക്കെ അവൾ ഫ്രിഡ്ജ് തുറന്നു. ആൻഡ് ടുക്ക് ഔട്ട് ദ പാക്കറ്റ്. എന്നിട്ട് അതിന് ആ പാക്കറ്റ് എടുത്തു. വാവ്, വാട്ട് എ സ്വീറ്റ് സ്മെൽ. ഓ, എന്തു നല്ല ഒരു മണമാണിതിന്. ഷി ക്ലോസ്ഡ് ഹെർ ഐസ് ആൻഡ് എൻജോയ്ഡ് ദ സ്വീറ്റ് സ്മെൽ ഓഫ് ദ കേക്ക്. അവൾ കണ്ണടച്ചിട്ട് ഇങ്ങനെ ആസ്വദിക്കുകയാണ് കേക്കിൻ്റെ ആ സ്വീറ്റ് സ്മെല്ല്. ഹെർ മൗത്ത് വാട്ടേഡ്. അവളുടെ വായിൽ വെള്ളം വന്നു. അമ്മയുടെ കേട്ടോ. വിൽ എനിബഡി സീ ഹെർ. ആരെങ്കിലും അവളെ കാണുമോ? വിൽ എനിബഡി സീ ഹെർ. കുട്ടികളൊന്നും ഉറങ്ങിയിട്ടില്ല അല്ലേ? ആരെങ്കിലും കാണുമോ? വിൽ ഷീ ഈറ്റ് ദ ഹോൾ കേക്ക്. അവൾ ആ കേക്ക് മുഴുവൻ കഴിക്കുമോ? ദ മദർ ഓപ്പൺ ദ പാക്കറ്റ്. അമ്മ പാക്കറ്റ് തുറന്നു. അലാസ്, അയ്യോ, there was only one piece left. അതിലാകെ ഒരു കഷ്ണം കേക്കേ ഉള്ളൂ. There was only one piece left. ഒരു കഷ്ണം കേക്ക് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. Where are the other pieces? മറ്റ് പീസസ് ഒക്കെ എവിടെ? ബാക്കിയുള്ള പീസസ് ഒക്കെ എവിടെ? Who ate them? ആരാണത് തിന്നത്? Who ate them? Anyway, I will eat this. ഓ, എന്തായാലും വേണ്ട, ഇത് ഞാൻ തിന്നാൻ പോവാണ്. I will eat this. She took the last piece from the packet. അവള് ആ പാക്കറ്റിൽ നിന്നും ആ ലാസ്റ്റ് പീസ് എടുത്തു. Got you? Suddenly she heard a voice. കിട്ടിയോ? Suddenly she heard a voice. അപ്പോഴാണ് ആ ശബ്ദം അവള് കേട്ടത്. കിട്ടിയോ? Got you? Suddenly the mother elephant heard a voice. Who said that? The mother elephant. ആരാണ് പറഞ്ഞതെന്ന് അറിയണ്ടേ? മദർ എലിഫന്റ് ടേൺഡ് ദ ലൈറ്റ് ഓൺ. ഇതുവരെ ലൈറ്റ് ഇട്ടിട്ടില്ല കേട്ടോ. ഇപ്പോഴാണ് ലൈറ്റ് ഓൺ ചെയ്തത്. ദ ഫാദർ ആൻഡ് ദ കിഡ്സ് വേർ അണ്ടർ ദ ടേബിൾ. ആരാ അവിടെ? ആ ടേബിളിൻ്റെ അടിയിൽ ഫാദറും കിഡ്സും ഉണ്ട്. They were all eating the cake. എല്ലാവരും ഇരുന്ന് കേക്ക് കഴിക്കുകയാണ്. You all here? നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടോ?
ഐ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തപ്പിത്തടയാണ്. ഐ കെയിം ടു ക്യാച്ച് ദ തീവ്സ്. ഞാനിവിടെ കള്ളന്മാരെ പിടിക്കാൻ വേണ്ടിയാണ് വന്നത് എന്ന്. കേക്ക് കള്ളന്മാരെ പിടിക്കാനാണ് ഞാൻ വന്നത് എന്ന്. ഐ കെയിം ടു ക്യാച്ച് ദ തീവ്സ്. ദ മദർ സെഡ് വിത്ത് എ ഷൈ സ്മൈൽ. അമ്മ ചിരിക്കുന്ന ചിരി എങ്ങനെയാണ്? ആകെ വഷളായിട്ടുള്ളൊരു ചിരി ചിരിക്കുകയാണ് അല്ലേ? ബട്ട് വി കോട്ട് ദ തീഫ്. പക്ഷേ ഞങ്ങളാണ് ഇവിടെ തീഫിനെ പിടിച്ചത്, കള്ളനെ പിടിച്ചത്. ഡെല്ല ലോഫ്ഡ് അലൗഡ്. ഡെല്ല ഉറക്കെ ചിരിച്ചുകൊണ്ട് പറയാണ് ബട്ട് വി കോട്ട് ദ തീഫ്. പക്ഷേ ഞങ്ങൾ കള്ളനെ പിടിച്ചു. വാട്ട് വിൽ ദ മദർ ഡു നൗ? ഇനി അമ്മ എന്താ ചെയ്യാ? മദർ എയ്റ്റ് ദ ലാസ്റ്റ് പീസ് ഓഫ് കേക്ക് വിത്ത് എ സ്മൈൽ. അമ്മ ആ ലാസ്റ്റ് പീസ് അവൾക്കായിട്ട് മാറ്റി വെച്ച പീസാണത് അല്ലേ? ആ പീസ് ഒരു ചിരിയോട് കൂടി അവൾ കഴിച്ചു. മോം, ഡോണ്ട് യു വാണ്ട് ടു ബി തിൻ? അമ്മ, നിനക്ക് തടി കുറയണ്ടേ? അമ്മയ്ക്ക് തടി കുറയണ്ടേ? തിന്നാവണ്ടേ? സ്ലിം ആവണ്ടേ? ആസ്ക് ദ ബേബി എലിഫന്റ്. ഇത് കഴിക്കണ്ടെന്നാണ് കുട്ടി പറയുന്നത്. മോം, ഡോണ്ട് യു വാണ്ട് ടു ബി തിൻ? നിനക്ക് മെലിയണ്ടേ അമ്മ? അമ്മയ്ക്ക് മെലിയണ്ടേ? യെസ്, ഓഫ് കോഴ്സ് വി വിൽ ഈറ്റ് കേക്ക്സ് ടുഡേ. എനിക്ക് തിന്നാവണം, പക്ഷെ ഇന്ന് നമ്മൾ ഈ കേക്ക് കഴിക്കുന്നു. ആൻഡ് ടുമാറോ, നാളെ വി വിൽ വർക്ക് ഔട്ട് ഈവൺ ഹാർഡർ. നമ്മൾ നാളെ ഇതിന് പകരം കൂടി വർക്ക് ചെയ്യണം, കൂടുതൽ വർക്ക് ചെയ്യണം. ദ മദർ സെഡ്. കേക്ക്സ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി, സെഡ് ദ ബേബി എലിഫന്റ്. എന്താണ് ബേബി എലിഫന്റ് പറയുന്നത്? കേക്ക് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി, സെഡ് ദ ബേബി എലിഫന്റ്. എവ്രിവൺ ലാഫ്ഡ് ആൻഡ് വെന്റ് ടു ബെഡ്. എല്ലാവരും ചിരിച്ച് അങ്ങനെ ബെഡിലേക്ക് പോയി. ഡു യു ലൈക്ക് ദ സ്റ്റോറി എ പീസ് ഓഫ് കേക്ക്? എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടോ? വെരി ഗുഡ് സ്റ്റോറി അല്ലേ? അപ്പോൾ ഈ യൂണിറ്റിൻ്റെ ആക്ടിവിറ്റികളുമായിട്ട് ഉടനെ കാണാം. ബൈ.